മേളങ്ങൾ തന്നെയാണെങ്കിലും അവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം പഞ്ചവാദ്യം ഒന്നേ ഉള്ളൂ. അത് എവിടെയും കേൾക്കുന്ന പഞ്ചവാദ്യം ഒന്ന് തന്നെയാണ്. പക്ഷേ ചെണ്ടമേളങ്ങൾ പലതുണ്ട്. പലയിടത്തും കേൾക്കുന്ന ചെണ്ടമേളങ്ങൾ പലതാണ്. തൃശ്ശൂരിൽ വടക്കുന്നാഥൻ്റെ മതിലകത്ത് ഇലഞ്ഞിത്തറയ്ക്കൽ കേൾക്കുന്ന മേളം, നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന മേളം ഇത് പാണ്ടിമേളമാണ്. കുട്ടനെല്ലൂരിൽ രാത്രി പൂരത്തിന് കേൾക്കുന്ന മേളം അത് പഞ്ചാരിയാണ്. പാണ്ടിമേളം, പഞ്ചാരിമേളം ഇവയാണ് ചെണ്ടമേളത്തിലെ പ്രധാന വകഭേദങ്ങൾ. ഇവയ്ക്ക് പുറമേ ചെമ്പടമേളം, അടന്തമേളം, ചമ്പമേളം, ധ്രുവമേളം, അഞ്ചടന്തമേളം എന്നിങ്ങനെ മേളരൂപങ്ങൾ പലതുണ്ട്. ഇവയ്ക്കെല്ലാം ഓരോരോ ശിങ്കാരിമേളം, ഇവയ്ക്ക് ഇപ്പോൾ പ്രചാരത്തിൽ വരുന്ന ഒരു മേളമാണ് ശിങ്കാരിമേളം. ഈ മേളങ്ങൾ പലയിടത്തും പല രൂപത്തിലാണ് കേൾക്കുന്നത്. പാണ്ടിമേളം പ്രധാനമായും ഇലഞ്ഞിത്തറ മേളത്തിലാണ് കേൾക്കുന്നത്. അതോടൊപ്പം തന്നെ കുട്ടനെല്ലൂർ പൂരത്തിൽ പകൽ പാണ്ടിയായും പെരുവനത്തെ ആറാട്ടുപുഴ ശാസ്താവിൻ്റെ പാണ്ടിയായും ഈ പാണ്ടിമേളം കേൾക്കുന്നു. പഞ്ചാരിമേളം പ്രധാനമായി തൃപ്പൂണിത്തറ ഉത്സവത്തിലെ പഞ്ചാരി, കുട്ടനെല്ലൂർ പൂരത്തിലെ രാത്രി പഞ്ചാരി, അതുപോലെ തന്നെ ഇടക്കുന്നി വിളക്കിലെ രാത്രി പഞ്ചാരി, പെരുവനത്തെ ഊരകം, ചാത്തക്കുടം, ചേർപ്പ് പഞ്ചാരികളാണ് പ്രധാനപ്പെട്ടത്. ചെമ്പടമേളം പാറമേക്കാവിൻ്റെ പൂരത്തിൽ അമ്പലത്തിന് മുന്നിലാണ്. പാറമേക്കാവ് പൂരത്തിൽ അമ്പലത്തിന് മുന്നിലായിട്ടാണ് ചെമ്പടമേളം കൊട്ടാറുള്ളത്. അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ കാഴ്ച ശ്രീവേലിക്ക് ചമ്പമേളം